വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. വി.എസ്. മലമ്പുഴയിൽ മത്സരിക്കണമെന്നാണ് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിൽ നിന്ന് 6 പേർ മത്സരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ലാൽ, പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. വി.എസ്. മലമ്പുഴയിൽ തന്നെ ജനവിധി തേടണമെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 6 പേർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. 15-അംഗ സെക്രട്ടേറിയറ്റിൽ 6 പേരാണ് മത്സരരംഗത്തേക്ക് എത്തുക. കൂടുതൽ പേർ മത്സരിച്ചാൽ അത് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് നയിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ 6 പേർ മത്സരിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങൾ നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ 14 ജില്ലാ കമ്മിറ്റികൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടികയും സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരും. ഒന്നിലേറെ സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യത കൂടി പരിശോധിച്ചായിരിക്കും സംസ്ഥാന കമ്മിറ്റി തീരുമാനം കൈക്കൊള്ളുക. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പട്ടിക വീണ്ടും ജില്ലാ കമ്മിറ്റിക്ക് അയച്ചു നൽകും. ജില്ലാ കമ്മിറ്റിയുടെ അന്തിമ പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് 16-ന് വീണ്ടും 16-ന് യോഗം ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ അന്തിമ പരിശോധനയ്ക്ക് ശേഷം എത്തുന്ന പട്ടികയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വീണ്ടും വരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും 16-ന് ഏതാണ്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപം നൽകുക. ദിനകർ, ഇപ്പോ വി.എസ്. അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്നാണ് മത്സരിക്കുക എന്ന് സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. പിണറായി വിജയന്റെ കാര്യത്തിൽ ഏത് മണ്ഡലമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം വല്ലതും നിർദ്ദേശം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ലാൽ, അത്തരം കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൂടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികൾ CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും നാളെ ഒരു ഏകദേശ ധാരണയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. 2 പേരും പ്രതിപക്ഷ നേതാവും ഒപ്പം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും മത്സരരംഗത്ത് എത്തുക എന്നുള്ള നിർദ്ദേശമാണ് സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലാൽ, എന്തായാലും KG ദിനകറാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചത്. വി.എസ്. അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കും. പിണറായി വിജയനും മത്സരരംഗത്തുണ്ടാകും. മാധ്യമങ്ങൾ പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ നടത്തി ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇതോടെ വിരാമമാകുന്ന രീതിയിൽ കൃത്യമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. വി.എസും പിണറായിയും മത്സരിക്കും.